ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവസാനം സുധി കുറ്റസമ്മതം നടത്തുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിച്ചിട്ട് സുധിയൊക്കെ ഒരുപാട് തല്ലുന്നുണ്ട്, ചന്ദ്രയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് തൊലിയുരിഞ്ഞ് നിൽക്കുവാണ് ചന്ദ്രയും സുധിയും. പക്ഷേ അപ്പോഴും ചന്ദ്ര ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല, സുധിയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. നീയൊക്കെ എന്തൊരു അമ്മയാ ചന്ദ്രേ, മകൻ്റെ എല്ലാ തെറ്റിനും കൂട്ടുനിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. നീയൊക്കെ ഒരമ്മയാണോ, എന്തൊരു ജന്മമാണ് നീ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതേസമയം നാളത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ചന്ദ്രയെ നല്ല ചീത്ത പറഞ്ഞിട്ടാണ്. നിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്, നിൻ്റെ മകൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നാളെ നീ എന്നെയും എന്തെങ്കിലും ചെയ്യും, എനിക്ക് നിന്നെ പേടിയാണ്, എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാണെന്നൊക്കെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഉത്തരം മുട്ടി ഇങ്ങനെ പേടിച്ച് രവീന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സങ്കടവും വരുന്നുണ്ട്. ചന്ദ്ര ഭയങ്കര സങ്കടത്തിൽ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ, നിന്നോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്, ഇനി ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല, നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ മേടിച്ച് കുടിക്കത്തില്ല, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ, ഇനി ജന്മത്തിൽ എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര കൈ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, തൊട്ടു പോകരുത് എന്നെ, നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീണ്ടും ചീത്ത പറയുവാണേ. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഒരു പൂക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ എന്നെ ചീത്ത പറയുന്നത് എന്തിനാ, ശരി നിങ്ങൾ എന്നോട് മിണ്ടേ വേണ്ട, ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നം, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവരെയൊക്കെ പേടിപ്പിച്ചിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പോലെ മുഴുക്കിയിട്ട് നേരെ മുറിയിലോട്ട് കയറിപ്പോകുവാണേ. എന്നിട്ടിങ്ങനെ ദേഷ്യത്തിൽ ഡോറൊക്കെ കൊട്ടി അടക്കുന്നുണ്ട്. പക്ഷെ രവീന്ദ്രൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സത്യത്തിൽ ചന്ദ്ര പേടിപ്പിക്കുവാണ്. ഡോറൊക്കെ കൊട്ടി അടച്ച് അകത്ത് കയറിയിരുന്ന ഞാൻ മരിക്കാൻ പോകുവാണെന്ന് ഓർത്തിട്ട് ആരെങ്കിലുമൊക്കെ തന്നെ വന്ന് തൻ്റെ വഴക്കൊക്കെ മാറി രവീന്ദ്രൻ വന്ന് മിണ്ടു എന്നൊക്കെ ഉള്ളൊരു ധൈര്യമാണ് ചന്ദ്രക്ക്. പക്ഷേ രവീന്ദ്രൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല. അങ്ങനെ ആ അങ്ങനെ ഇരുന്ന ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അവസാനം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അമ്മ അകത്ത് പോയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ശ്രുതി പോയി വിളിക്കുക, അമ്മയോട് തുറക്കാൻ പറ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതി പോയി ഡോറ് കൊട്ടി വിളിക്കുന്നുണ്ട്, അമ്മേ വാതിൽ തുറക്കമ്മേ എന്ന് പറഞ്ഞിട്ട്. ചന്ദ്ര തുറക്കുന്നൊന്നുമില്ലേ. ചന്ദ്ര രവീന്ദ്ര വന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് അകത്ത്. ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും വന്ന് കൊട്ടി വിളിക്കുവാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ ദേഷ്യത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, അമ്മ പുറത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊട്ടി വിളിച്ചിട്ടൊന്നും ചന്ദ്ര വരുന്നില്ല. അവസാനം ശ്രീകാന്ത് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് വാ, എല്ലാത്തിനും കാരണം ഞാനാ, നമുക്ക് സംസാരിക്കാം അമ്മ, പുറത്തോട്ട് ഒന്ന് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് കൊട്ടി വിളിക്കുവാണേ. രവീന്ദ്രൻ പക്ഷേ അനങ്ങുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ അമ്മ എന്താ വാതിൽ തുറക്കാത്തെ, കുറേ നേരമായല്ലോ, എനിക്ക് പേടിയാവുന്നു, ഞാനും കൂടി പോയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചി പറയും, രേവതി നീ എവിടെ പോവാ, നീ അവിടെ നിൽക്ക്, അവരത്രയും പേര് വിളിച്ചിട്ട് തുറക്കുന്നൊന്നുമില്ലല്ലോ, നീ വിളിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അമ്മ മനഃപൂർവ്വം അവിടെ ഇരിക്കുക തന്നെ ചെയ്യും, ഒട്ടും വാതിൽ തുറക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു, അമ്മ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഓർത്തെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്ത് ചെയ്യാൻ, അമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കൊരു പേടിയില്ല, ഇതൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്, അച്ഛനായിട്ട് വഴക്കിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കാണിക്കാറൊക്കെയുണ്ട്, പക്ഷെ അമ്മ ഒന്നും ചെയ്യത്തൊന്നുമില്ല, നീ പേടിക്കാനും വേണ്ട, രേവതി ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുവാണ്. ശ്രീകാന്തും ശ്രുതിയും കൂടി രവീന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്, അങ്കിൾ അമ്മ വാതിൽ തുറക്കുന്നില്ല, അങ്കിൾ വന്ന് വിളിച്ചാൽ തുറക്കും, പ്ലീസ് അങ്കിൾ വന്ന് വിളിക്കുമെന്ന് പറയുവാണ്. പക്ഷേ രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ശ്രീകാന്തും പറയുന്നുണ്ട്, അച്ഛ ഒന്ന് വിളിക്കച്ചമ്മയെ പ്ലീസ് അച്ഛ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ഒരു ഇരിപ്പാണേ. ശ്രുതി വന്ന് പറയും, അച്ഛ ഒന്ന് വിളിക്കച്ച എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈ പിടിക്കുമ്പോഴേക്കും രവീന്ദ്രൻ തട്ടി മാറ്റിയിട്ട് പോടാ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞോടിക്കുവാണേ. ശ്രീകാന്തൊക്കെ പിന്നെയും പറയുന്നുണ്ട്, അച്ഛ ഒന്ന് വന്ന് വിളിക്കച്ചാന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ, അമ്മ അവിടെ തന്നെ ഇരിക്കട്ടെ, ആൻറ്റിക്ക് വിശക്കുമ്പോൾ മുറി തുറന്ന് തന്നെത്താനെ പുറത്ത് വന്നോളൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുവേ, നീ ഒന്ന് വെറുതെ ഇരിക്കുക വർഷേ, ഇങ്ങനത്തെ സന്ദർഭങ്ങളാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ടേ. എന്നിട്ട് രവീന്ദ്രനെ വീണ്ടും നോക്കിയിട്ട് പറയും, അച്ഛാ പ്ലീസ് അച്ഛ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നേരെ മുറിയിലോട്ട് പോവുകയാണ്. ശ്രീകാന്തിന് മനസ്സിലായി, രവീന്ദ്രൻ എന്തായാലും വന്ന് അമ്മയെ വാതിൽ തുറന്ന് വാതിലിൻ്റെ അടുത്ത് വന്ന് വിളിക്കാനോ സംസാരിക്കാനോ പോകുന്നില്ല, കാരണം അത്രയ്ക്ക് ദേഷ്യത്തിലാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും രേവതി സച്ചിനോട് പറയുന്നുണ്ട്,
സച്ചിയേട്ടാ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ നിൽക്കുന്നേ, സച്ചിയേട്ടൻ പോയി വിളിക്കുക, സച്ചിയേട്ടൻ വിളിച്ചാൽ ചിലപ്പോൾ തുറന്നാലോ. അപ്പോഴേക്കും സച്ചി പറയും, നിനക്ക് വേറെ പണിയില്ല രേവതി, ഇത്രയും പേര് അമ്മയുടെ പുഞ്ഞാര മക്കൾ വിളിച്ചിട്ട് പോലും തുറക്കുന്നില്ല, ആ സ്ഥിതിക്ക് ഞാൻ പോയി വിളിച്ചാൽ തുറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. അപ്പോൾ രേവതി പറയും, എന്നാൽ അച്ഛനോടെങ്കിലും പോയി സംസാരിക്കുക, അച്ഛൻ്റെ മുറിയിൽ പോയിരിക്കുക, അമ്മ ഇങ്ങനെ വഴക്കിട്ടിരിക്കുവല്ല അകത്ത്, എനിക്കാണെങ്കിൽ പേടിയാവുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ട്, പ്ലീസ് സച്ചിയേട്ടൻ അച്ഛനോടെങ്കിലും എന്തെങ്കിലും പോയി സംസാരിക്കുമെന്ന് പറഞ്ഞ് സച്ചിയെ വിടുവാണേ. സച്ചിയും രേവതിയും കൂടി രവീന്ദ്രനോട് പോയി പറയുന്നുണ്ട്, അച്ഛാ പോയി അമ്മയെ വിളിക്കച്ചാന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ഞാൻ എന്തിനാ വിളിക്കുന്നേ, നിനക്ക് എന്തെങ്കിലും അമ്മേനോട് പറയാനുണ്ടെങ്കിൽ നീ പോയി വിളിച്ച് തുറപ്പിക്കുമെന്ന് പറയുവാണ്. ഇപ്പോൾ രേവതി പറയും, അച്ഛാ അമ്മ മുറി കയറിയിട്ട് കുറേ നേരമായി, എനിക്ക് പേടിയാവുന്നു, അച്ഛൻ പോയി വിളിച്ചാലേ അമ്മ ഇനി വാതിൽ തുറക്കത്തുള്ളൂ, പോയി വിളിക്കച്ചാന്ന് പറയുമ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, ആ അച്ഛാ പോയി വിളിക്ക്, നമ്മുടെ അമ്മയല്ലേ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നമ്മുടെ അമ്മയോ, എൻ്റെ അമ്മയൊന്നുമല്ല, നിൻ്റെ അമ്മ നിൻ്റെ അമ്മയാ, എന്നോട് ഇത്രയും തെറ്റൊക്കെ അവൾ ചെയ്തിട്ടും വീണ്ടും എനിക്ക് നാണമില്ലാതെ ഞാൻ പോയി തന്നെ അവളെ വിളിക്കണോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ. സച്ചി പറയും, അച്ഛനല്ലേ എപ്പോഴും പറയാറച്ച, എപ്പോഴും സമാധാനത്തിൽ സംസാരിക്കണം, ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലെന്ന്, എന്നിട്ട് അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേടാ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നിരുന്നാണ് നിൻ്റെ അമ്മ ഇത്രയും മോശമായി പോയത്, അവൾക്ക് വളം വെച്ച് കൊടുക്കുമായിരുന്നു നമ്മൾ ശരിക്കും, ഇത്രയും നാൾ നമ്മൾ അവളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവൾ ചെയ്ത തെറ്റിനൊക്കെ ഞങ്ങൾ സമാധാനത്തിനല്ലേ ഇടപെട്ടിട്ടുള്ളത്, എന്നിട്ടും അവൾ നന്നായോ, ഇപ്പോഴും ആ തെറ്റ് കൂടി കൂടി വരുക, ഇപ്പം ചെയ്തിരുന്ന പ്രവൃത്തി അതൊരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് രവീന്ദ്രൻ പറയുവാണേ. കുടുംബത്തിലൊരു വഴക്ക് വേണ്ട, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷത്തിൽ പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നിലും ഇടപെടാതിരുന്നത്. പക്ഷേ അവൾ ഇപ്പോഴും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണ്ട് ഇതുപോലെ ആരും അറിയാതെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി വെച്ചു, അത് കൈയോടെ പിടിച്ചു, ഇപ്പോഴും രേവതിയുടെ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് ആ കുറ്റം രേവതിയുടെ വീട്ടുകാർക്കും എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെയും തലയിലൊക്കെ കെട്ടിവെച്ച് തരുക. അവൾ കുടുംബത്തിൻ്റെ നാഥയല്ലേ, അവൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, അവൾ എന്നെങ്കിലും മാറുമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പായി, അവളിനി ഒരിക്കലും മാറില്ല, ഇത്തരം പ്രവർത്തികൾ ചെയ്തവളോട് ഞാൻ പോയി മിണ്ടണം എന്നാണോടാ നീ പറയുന്നത്, പറയടാന്ന് പറഞ്ഞ് സച്ചിയോട് ചൂടാവുകയാണ് രവീന്ദ്രൻ. സച്ചി പറയും, അച്ഛൻ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ അമ്മ അറിയാലോ, സുധി എന്ന് പറഞ്ഞാൽ ജീവനാണ്, സുധിക്ക് വേണ്ടി എന്തും ചെയ്യും, അമ്മ അവന് വേണ്ടി ആയിരിക്കുള്ളൂ, അവൻ്റെ ഐഡിയ ആയിരിക്കുള്ളൂ, അവൻ പറഞ്ഞിട്ടായിരിക്കുള്ളൂ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, അവൻ പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോടാ, നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, അച്ഛൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും അച്ഛാ, പക്ഷേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ഈ സമയത്ത് ഞാനിനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിലൊരു ചത്ത ശവം പോലെ ആയിരിക്കും ഞാൻ, എനിക്ക് അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹമില്ല രേവതി, ഇപ്പോഴെങ്കിലും ഞാൻ പ്രതികരിക്കണം എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ്. രേവതി പറയും, അച്ഛൻ അമ്മയോട് ദേഷ്യം കാണിക്കുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ അതൊക്കെ ഇങ്ങനെ മുറിയിൽ അമ്മ അടച്ചിരിക്കുമ്പോൾ വേണ്ടച്ച, അമ്മ ആദ്യം പുറത്ത് വരട്ടെ, എന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് മതി അച്ഛ എന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛ പ്ലീസ് അച്ഛ. രേവതി പറയും, എനിക്ക് എൻ്റെ സ്വർണം പോയതിൽ അമ്മയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ വിചാരണ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, ആരാ അതെടുത്തെന്ന് തെളിയിക്കണം എന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരുടെ തലയിലൊക്കെ കുറ്റം കെട്ടി വെച്ചപ്പോഴേക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ അത് ഇത്രയും വലിയൊരു ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. സച്ചിയും പറയും, അച്ഛ രേവതിയുടെ സ്വർണ്ണം എടുത്തതിൽ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല, മുറിയടച്ചകത്ത് കയറിയിരിക്കുന്നു, എനിക്കും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് അച്ഛ, വേണ്ട അച്ഛ പ്ലീസ് വിളിക്കുക, ദേഷ്യമൊക്കെ മാറ്റി ഒന്ന് പോയി വിളിക്കുക എന്നൊക്കെ സച്ചി രവീന്ദ്രനോട് കെഞ്ചുവാണേ. വാ അച്ഛ പോയി വിളിക്കച്ച എന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോവാണ് സച്ചി. അപ്പോഴേക്ക് രവീന്ദ്രൻ കൈ പിടിപ്പിച്ചിട്ട് ചൂടാവുകയാണ്, നിങ്ങളുടെ സ്വർണ്ണം എടുത്തിട്ട് ആ കുറ്റം നിങ്ങളുടെ തലയിൽ തന്നെ കെട്ടിവെച്ചിട്ട് അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയുവാണോ എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും സച്ചി പറയും, അച്ഛാ ചെറുപ്പത്തിൽ മക്കൾ ചെയ്യുന്ന തെറ്റുകൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ക്ഷമിക്കും, അപ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ മക്കളല്ലേ അച്ഛ ക്ഷമിക്കേണ്ടത്, എൻ്റെ അച്ഛമ്മ അങ്ങനെ എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ സച്ചി പറയുവാണ്. പ്ലീസ് അച്ഛ വന്ന് വിളിക്കച്ച, അമ്മയല്ലേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ വെറുതെ ഇരി, എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ അവളോട് ഇപ്പോഴൊന്നും ഞാൻ ക്ഷമിക്കുകയില്ല, ഒന്നും മിണ്ടാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ഛൻ മിണ്ടണ്ട ക്ഷമിക്കണ്ട, പക്ഷെ ഒന്ന് വന്ന് വിളിക്കുമെന്ന് പറയുവാണ്. രവീന്ദ്രൻ പറയും, ഇതെൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇടപെടണ്ട വിടറ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കൈയും പിടിപ്പിച്ചിട്ട് രവീന്ദ്രൻ പോകുവാണേ. സച്ചി വീണ്ടും പുറകെ പോയി കെഞ്ചുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി ഞാൻ ഇവിടെ ഇരിക്കണോ അതോ പുറത്തോട്ട് ഇറങ്ങി പോകണോ, ഇനിയും നീ എന്നോട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇറങ്ങി പോകും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ വേണ്ടച്ച ഇനി ഞാനൊന്നും പറയില്ല, അച്ഛൻ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണേ. എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അമ്മയുടെ ഡോറിൽ കൊട്ടിരുന്നവരെയൊന്നും കാണുന്നില്ല. രേവതിയോട് പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കൊട്ടിരുന്നവരൊക്കെ അവിടെ പോയി ഉറങ്ങാൻ വേണ്ടി പോയോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് രേവതി പറയും,
പറയും സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് വിളിച്ചുകൊണ്ടും പോവുകയാണ്. രേവതി പറയുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഇത്, അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും അച്ഛൻ ചെയ്യുന്നതിലും ന്യായമുണ്ട്. ഇപ്പോൾ അമ്മ തെറ്റെല്ലാം സമ്മതിച്ച് മാപ്പ് ചോദിക്കുമായിരുന്നെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ ക്ഷമിച്ചാനായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, അമ്മ അപ്പോഴും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുവാണ്. അതിനെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോഴേക്കും അച്ഛന് ദേഷ്യം വരില്ലേ രേവതി. ശരി ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യണ്ട, അമ്മ തന്നെത്താനെ വാതിൽ തുറന്ന് വന്നോളും. ഇതെല്ലാവരുടെ മുമ്പിലും കുറ്റം തെളിഞ്ഞപ്പോഴേക്കും നാണം കിട്ടുപോയില്ലേ, അതിൻ്റെ ഒരു ഇതിൽ അകത്ത് കയറി വാതിൽ പൂട്ടിരിക്കുക, അമ്മ തന്നെത്താനെ ഇറങ്ങി വന്നോളും, നീ വെറുതെ അതോർത്തിരിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടാ അങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ, സച്ചിയേട്ടനൊന്ന് ആലോചിക്കുക, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കുന്ന രേവതി ചോദിക്കുവാണ്. രേവതി പറയും അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞാലോ, അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞാൽ അച്ഛനോട് സംസാരിക്കും അച്ഛമ്മ, അപ്പോൾ അച്ഛൻ എന്തായാലും പോയി അമ്മയോട് സംസാരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയും നീയല്ലേ സ്വർണത്തിൻ്റെ വിഷയം അച്ഛമ്മയെ അറിയിക്കണ്ട എന്ന് പറഞ്ഞത്, ഓ അതും ശരിയാ, അത് പിന്നെ അതിലും വലിയ പ്രശ്നമാവും, എന്നാൽ വേണ്ട. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആരെ വിളിക്കണം എന്ന് എനിക്കറിയാം, ആര് വന്ന അമ്മ വാതിൽ തുറക്കുമെന്നും അറിയാം. അപ്പോൾ രേവതി ചോദിക്കും ആരാ സച്ചിയേട്ടാ, അതൊക്കെയുണ്ട് നീ നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്, രവീന്ദ്രൻ ഹോളിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുവാണ്. ശ്രുതിയും കൂടി റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ശ്രുതി നേരം വെളുത്തല്ലോ, അമ്മ ഇപ്പോഴും വാതിൽ തുറന്നില്ലേ, അയ്യോ അമ്മേ വാതിൽ തുറക്കമ്മേ എന്ന് പറഞ്ഞ് വീണ്ടും മുറിയുടെ എടുത്തിട്ടിരുന്ന് കൊട്ടുവാണേ. അപ്പോൾ രവീന്ദ്രൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രതികരിക്കുന്നില്ല. സച്ചിൻ രേവതിയും വന്നിട്ട് പറയും ഇതെന്താ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്നു കൊട്ടുവാണോ, എന്താടാ കൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എല്ലാം നീ കാരണമാണെന്ന് പറയുവാണേ സച്ചിനോട്. സച്ചി പറയും ഇതെന്താ പറയാത്തതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, രേവതിയുടെ സ്വർണം മോഷ്ടിച്ച് കൊണ്ടുപോയി വിറ്റിട്ട് എല്ലാ തെറ്റും ചെയ്തിട്ട് ഇനി എല്ലാ തെറ്റും എൻ്റെ തലയിൽ നീ കെട്ടിവെക്കാൻ നോക്കുവാണോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് പിന്നെ എന്തോ ഒരു 1000 പവൻ സ്വർണ്ണമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും സച്ചി പറയും 1000 പവനൊന്നും ഇല്ലെങ്കിലും 1 പവനാണെങ്കിലും ശരി, അതെൻ്റെ അച്ഛനും അച്ഛമ്മയും ഇവളുടെ അമ്മയും കൂടി കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി എടുത്ത സ്വർണ്ണങ്ങളാണ്, അല്ലാതെ നിന്നെപ്പോലെ വെറുതെ എവിടെന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതൊന്നും അല്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പം അകത്ത് പോയിരിക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാ തെറ്റുകളും ഇപ്പം എൻ്റെ നേർക്ക് തിരിച്ചുവിടാൻ നോക്കുവാണോ നീ എന്ന് പറഞ്ഞ് സച്ചി ചൂടാകുവാണേ. ശ്രുതി പറയും നിനക്കമ്മയെ പണ്ടേ തൊട്ട് ഇഷ്ടമല്ലോ, അമ്മക്ക് എന്തെങ്കിലും ആയാൽ നിനക്കെന്താ, നിനക്കത് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ശ്രുതി മര്യാദക്ക് സംസാരിച്ചോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും നീ എന്ത് ചെയ്യും, എന്നെ തല്ലടാ എന്ന് പറഞ്ഞ് സച്ചി ഇളക്കുവാണേ. അപ്പോൾ സച്ചിയും ശ്രുതിയും പിന്നെ അവിടെ ഒരു നല്ല ഒരു ഇടി നടക്കുവാണ്, എല്ലാവരും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ഇവർ മാറുന്നൊന്നുമില്ല, തല്ലുപിടിക്കുവാണ്. ശ്രീകാന്ത് വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നോക്ക് ശ്രീകാന്തെ എല്ലാ തെറ്റും ചെയ്തിട്ട് അവൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ശ്രീകാന്തെ ഇവൻ എല്ലാ തെറ്റുകളും ഇനി ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ നേർക്ക് തിരിച്ചുവിടാൻ നോക്കുക, അകത്തടക്കുന്ന അമ്മക്ക് എന്തായെന്ന് അറിയണ്ടേ, ഇവന് പിന്നെ അതിനെപ്പറ്റി വിചാരമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആദ്യം അമ്മക്ക് എന്തായി, അമ്മ എന്താ തുറക്കാത്തതെന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് തല്ലുപിടിക്കുന്ന എന്തിനാന്ന് ചോദിക്കുവാണേ. രവീന്ദ്രൻ ഇതിലൊന്നും ഇടപെടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നേ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആൻറ്റി തന്നെത്താനെ വന്ന് വാതിൽ തുറന്ന് വന്നോളൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ. ശ്രുതി പറയും ശ്രീകാന്തെ അമ്മയെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം, അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിക്ക്, ഇവനെ പിന്നെ അതിനെപ്പറ്റിയുള്ള വിചാരമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം. ശ്രുതി പറയുന്നതിൽ എന്താ തെറ്റ്, സച്ചിക്ക് പിന്നെ അമ്മക്ക് എന്തായാലും ഒരു കുഴപ്പവും ഇല്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല, സച്ചിയേട്ടൻ എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ, സച്ചിയേട്ടൻ വാതിൽ കൊട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അമ്മേനെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും സച്ചിയേട്ടൻ നോക്കുന്നുണ്ടെന്ന് രേവതി ന്യായീകരിച്ച് പറയുവാണേ. പിന്നെ ഇവൻ എല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുമായിരിക്കും, അല്ലാതെ ഇവൻ വേറെന്ത് ചെയ്യാനാന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഭാമ കയറി വരുവാണ്. ഭാമ ഭയങ്കര ടെൻഷനിൽ ഓടി വന്ന് രവീന്ദ്രൻ്റെ അടുത്ത് രവിയേട്ടാന്നൊക്കെ സംസാരിച്ച് വരുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും നീ എന്താ ഭാമ ഇത്ര രാവിലെ എന്ന് ചോദിക്കുവാണ്. ചന്ദ്ര ദേഷ്യത്തിൽ അകത്ത് കയറി വാതിലടച്ചിരിക്കുമല്ലേ, വാതിൽ തുറക്കുന്നില്ല എന്ന് സച്ചി എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചെയ്ത കാര്യം എന്താണെന്ന് എല്ലാവരും അറിയുവാണ്, എല്ലാവരും സച്ചിയെ നോക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.